സമയം 1 മണിയായിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പൊതുദർശനം മുന്നോട്ട് പോകുന്നത്? ഒരു സമയക്രമം അത് എത്രത്തോളം നിലവിൽ തീരുമാനിച്ച പ്രകാരം പാലിക്കാൻ കഴിയും? നിലവിൽ തീരുമാനിച്ച പ്രകാരമാണെങ്കിൽ ദിബീഷ് 2 മണി വരെയാണ്, 2-2:30 വരെ പൊതുദർശനം പരമാവധി എന്നുള്ളതാണ്. പക്ഷേ അത് ഇനിയും നീളും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ഈ ക്യൂ പിന്നിലേക്ക് നോക്കാം. ഈ നമ്മുടെ ട്രഷറി ഗേറ്റ് വരെയുള്ള ഭാഗത്ത് വലിയ നിര തന്നെയാണ്. അതായത് 2 വശത്തായി ഒരു ക്യൂവിൽ തന്നെ രണ്ടുപേർ വെച്ചിട്ടുള്ള വലിയ നിരയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിൻഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറിയുടെ മുന്നിലെ ഗേറ്റിൻ്റെ ഭാഗത്ത്, അതായത് മതിലിൻ്റെ ഭാഗത്തെല്ലാം നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ പി എസിനെ ഏറ്റവും അടുത്ത് കാണുന്നതിന് വേണ്ടിയുള്ള അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായാണ് പലരും കണ്ണുകൾ നിറഞ്ഞെല്ലാമാണ് വി എസിനെ ഓർമ്മിച്ചുകൊണ്ട് ഈ ദർബാർ ഹാളിന് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വി എസുമായിട്ട് വ്യക്തിബന്ധം അടുപ്പം ഉണ്ടായിട്ടുള്ള ആളാണ്. അതെ വി എസ് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് കൊടുക്കാൻ വേണ്ടി വി എസ് ആണ് വന്നത്. അന്ന് ഓപ്പോസിഷൻ ലീഡറാണ്. സഖാവിനെ സംബന്ധിച്ച് ആശംസാ പ്രാസംഗികനായ ആൾ സൂചിപ്പിച്ചു, ഇത്തവണ പ്രതിപക്ഷ നേതാവാണ് വി എസ് എങ്കിൽ അടുത്ത തവണ ഈ വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് കൊടുക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറും എന്ന് പറഞ്ഞാണ്. അപ്പോൾ തിരിച്ച് അടുത്ത വർഷവും ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയാണ്, വൈദ്യുതി മന്ത്രിയെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കുന്നതാണെന്നാണ് നല്ലത്. അപ്പോൾ വി എസിൻ്റെ നിര്യാണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഒരു ശൂന്യത തന്നെയാണ്. അതിനകത്ത് വളരെ നികത്താനാവാത്ത വിടവാണ് സഖാവ് വി എസിൻ്റെ ഈ ദേഹവിയോഗം. അത് KRCBയിലെ പെൻഷൻകാര സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നേടുന്നതിനുള്ള പോരാട്ടത്തിൽ എല്ലാ ആശംസകളും വി എസ് നൽകിയിട്ടുണ്ട്. ഒരു സമര പോരാളിയായ വി എസിൻ്റെ നിര്യാണത്തിൽ KCB പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തി. ഒരുപാട് പല മേഖലയിൽ നിന്നുള്ളവരാണ് വി എസ് ഇടപെട്ടിട്ടുള്ള മേഖലകൾ അത്രത്തോളം വലുതല്ല അഭിലാൽ. അതായത് ഇപ്പോൾ മതികെട്ടാനിൽ, മൂന്നാറിൽ, അങ്ങനെ ഈ കയ്യേറ്റക്കാർക്കെതിരെ, അതുപോലെ തന്നെ ഒരു ഹരിത രാഷ്ട്രീയക്കാരനാണ് വി എസ് എന്ന് പറയുന്നതിനായിരിക്കും ശരി. അതുകൊണ്ട് തന്നെ ജനങ്ങളെ നേരിട്ട് സ്പർശിക്കുന്ന പല പല വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ തന്നെയല്ലേ വി എസിനെ ഒരു ജനനായകനാക്കി മാറ്റിയത്. അതെ, ഇടുക്കി ജില്ലയിൽ അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടം അത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. എന്നാൽ പോലും വി എസിന് അതിനകത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് തൊടാൻ മടിക്കുന്ന മേഖലകളിൽ വി എസ് തൊട്ടു. അതാണ് വി എസിനെ ജനകീയ ഒരു അടിത്തറ ഉണ്ടാക്കുന്നത്, രൂപപ്പെടുത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയത്. പ്രത്യേകിച്ച് മൂന്നംഗ സംഘം ഇടുക്കി ദൗത്യത്തിനായി ഇറങ്ങിത്തിരിച്ചു. ആ സമയത്ത് പാർട്ടിയിൽ ഒരു വിഭാഗം, അതായത് ഇടുക്കി മേഖലയിലെ പാർട്ടി പോലും അതിനെതിരെ നിന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ അതൊന്നും മാനിക്കാതെ വി എസ് നേരിട്ട് ആ സ്ഥലത്ത് ഇറങ്ങിച്ചെന്നു. കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കിയത് ആ രീതിയിൽ അതിനെ സമീപിച്ചത് ശരിയാണെന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ വേറെയുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ, അതായത് ജനങ്ങൾ ഏത് നിലയിൽ സ്വീകരിക്കുക, എന്തായിരിക്കണം ഒരു സർക്കാർ, എന്തായിരിക്കണം ഒരു ലീഡർ എന്നുള്ള വിഷയത്തിൽ പൊതുസമൂഹം എന്താഗ്രഹിക്കുന്നോ അതായിരുന്നു വി എസ് എന്നുള്ളതാണ് വി എസിനെ ജനകീയനാക്കി മാറ്റിയതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം. എത്രത്തോളം ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന ഒരു നേതാവാണ്. ഇന്നത്തെ എത്ര നേതാക്കൾക്ക് അത്തരത്തിൽ ഒരു ജനകീയ അടിത്തറ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ചിന്തിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം പോലും. ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ വേലിക്കെട്ടുകൾ ഒരിക്കലും വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന് ഒരു പ്രതിസന്ധി ആയില്ല. കാരണം ശരി, പ്രശാന്തും അഭിലാലുമാണ് വി എസിന്റെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടി പങ്കുവച്ചത്.